നീ എന്റേതല്ലേ. രചന ഷാനിബ നിയാസ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എൻ ഊഞ്ഞേരി. ലുക്ക് സൈറ, എനിക്ക് തന്നെ കല്യാണം കഴിക്കാനാവില്ല. കാരണം എനിക്ക് വേറൊരാളെ ഇഷ്ടമാണ്. എൻ്റെ ജീവിതത്തിലേക്ക് അവളെ കൂടെ കൂട്ടാനാണ് എനിക്ക് ആഗ്രഹം. പിന്നെ ഇങ്ങനെ ഒരു പെണ്ണ് കാണൽ വീട്ടിൽ നിർബന്ധിച്ചപ്പോൾ വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ്. സോ പ്ലീസ്, വീട്ടുകാരോട് എന്നെ ഇഷ്ടമായില്ലെന്ന് പറഞ്ഞാൽ മതി. സമീർ അവളെ നോക്കി കുറച്ച് ഗൗരവത്തോടെ പറഞ്ഞു. കണ്ണിൽ ഉരുണ്ടുവന്ന കണ്ണുനീർ അവൻ കാണാതിരിക്കാൻ അവൾ കഴിയുന്നത്രയും നേരം കണ്ണുകൾ രണ്ടും അമർത്തി പിടിച്ചു. ശേഷം അവൻ എന്താണ് തന്നോട് പറഞ്ഞെന്ന് ഒരിക്കൽ കൂടി ആലോചിച്ച് നോക്കി. ഹൃദയത്തിലേക്ക് കയറി വന്ന സങ്കടം മറച്ചു പിടിച്ചുകൊണ്ട് അവൾ കണ്ണു തുറന്നു. എന്നിട്ട് തങ്ങൾ സംസാരിച്ചു നിൽക്കുന്ന ആ മുറ്റത്തിന്റെ സൈഡിലേക്കായി നോക്കി. ദാറുൽ ഹുദ യത്തീംഖാന എന്നെഴുതിയ വലിയ ബോർഡ്. ഇതാണ് എൻ്റെ വീട്. കഴിഞ്ഞ 23 വർഷമായി താനും തന്നെ പോലെ അനേകം പേര് ഇവിടെയാണ്. എന്നെപ്പോലെ അനാഥരായവരെ ചെറുപ്പം മുതൽ നോക്കി വളർത്തി ഇപ്പോൾ അഭിമാനത്തോടെ സ്വന്തം കാലിൽ നിൽക്കാൻ സഹായിച്ച ഞങ്ങളുടെ കൊച്ചു ലോകം. നാട്ടിലും പുറത്തുമായി പേരുകേട്ട നാസ് ബിസിനസ് ഗ്രൂപ്പിന്റെ സഹായത്തോടു കൂടി വിധവയായ ഫാത്തിമ ടീച്ചറാണ് ഇപ്പോൾ ഇതിന്റെ നടത്തിപ്പുകാരി. അനാഥരായ ആരോരുമില്ലാത്ത പെൺകുട്ടികൾക്ക് വേണ്ടി ടീച്ചർ തുടങ്ങി വെച്ചതാണിത്. ഇതിന്റെ എല്ലാ നടത്തിപ്പുകാരും ഒരുവിധം സ്ത്രീകൾ തന്നെയാണ്. ഇപ്പോൾ 2-3 ചെറിയ ആൺകുട്ടികൾ കൂടി വന്നിട്ടുണ്ട്. ഇതാണ് സമീർ താഹിർ, നാസ് ബിസിനസ് ഗ്രൂപ്പിന്റെ നിലവിലെ MD ആളാണ് സൈറെ പെണ്ണ് കാണാൻ വന്നിട്ടുള്ളത്. മൂപ്പരുടെ പിതാവ് ഈ ഓർഫനേജിലെ ഒരു പ്രധാന സ്പോൺസർ കൂടിയാണ്. ഓർഫനേജിന്റെ കാര്യങ്ങൾ അന്വേഷിച്ചറിയാൻ ആൾ ഇടയ്ക്കിടെ ഇവിടെ വരാറുണ്ട്. പിന്നെ ഫാത്തിമ ടീച്ചറുടെ ഒരു അകന്ന കുടുംബത്തിലെ സഹോദരനായിട്ട് വരും. അങ്ങനെ എന്നെ കണ്ട ആൾക്ക് നന്നായിട്ട് അങ്ങ് ബോധിച്ചു. പിന്നെ ഒരു അനാഥ കുട്ടിക്ക് ജീവിതം കൊടുക്കുന്നത് ഒരു പുണ്യകാര്യം കൂടിയാണല്ലോ. അപ്പോൾ പിന്നെ മൂപ്പര് ഫാത്തിമ ടീച്ചറോട് കാര്യം പറഞ്ഞു. അതുകൊണ്ടാണ് ഇയാൾ ഇപ്പോൾ ഇങ്ങനെ വാലിന് തീ പിടിച്ച പോലെ എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കാൻ കാരണം. ആള് നല്ലൊരു കാമുകനാണ്. അപ്പോൾ പിന്നെ എങ്ങനെ സെറ്റാവും? പാവം വീട്ടുകാരെ പേടിച്ച് കൂടെ വന്നാണ്. ആ പെണ്ണിനെ ഇഷ്ടമാണെങ്കിൽ അതങ്ങ് വീട്ടിൽ പറഞ്ഞാൽ പോരെ. സൈറ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടി. അതെ, ഇയാൾക്ക് പ്രേമുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പോയി പറയണം. അല്ല ഞാനെന്താണ് ഇവിടെ ചെയ്യുക? പിന്നെ എന്നെപ്പോലുള്ള പെൺകുട്ടികൾ തങ്ങളുടെ ജീവിതവും ജീവനൊക്കെ ഇവിടെയുള്ളവരാ. അവരെ നിഷേധിക്കാനും ധിക്കരിക്കാനും ഞങ്ങൾക്കാവില്ല. പ്രത്യേകിച്ച് ഞങ്ങളുടെ മെയിൻ സ്പോൺസറാണ് നിങ്ങളുടെ ബാപ്പ. അവരുടെ പേഴ്സണൽ റിക്വസ്റ്റ് കൂടിയാണ് ഇങ്ങനൊരു ആലോചന. പിന്നെ എനിക്ക് ഈ മാരേജിന് താല്പര്യം ഉണ്ടായിട്ടല്ല. ഇതുകൂടി കേട്ടപ്പോൾ അത് കൂടിയതേ ഉള്ളൂ. പക്ഷേ ഞങ്ങൾക്ക് ദൈവതുല്യനായി കാണുന്നവരുടെ താല്പര്യം ഞാനായിട്ട് എങ്ങനെയാണ് തള്ളിക്കളയുക? ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് അവരറിയിച്ചാൽ മതി. എന്നെ ഇതിലേക്ക് വലിച്ചിടരുത്. അതും പറഞ്ഞ് ആൾ വേഗം ഉള്ളിലേക്ക് കയറിപ്പോയി. അതും പറഞ്ഞ് മുഷ്ടിയുരുട്ടി. ഉപ്പയെ പിണക്കാൻ അവനാവില്ലായിരുന്നു. എന്നാൽ തൻ്റെ ഉള്ളിലെ പ്രണയത്തെ അത്ര വേഗം മറക്കാനും. കൂടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന കുട്ടിയാണ് നേഹ. തൻ്റെ പേഴ്സണൽ അസിസ്റ്റൻ്റ് കൂടിയാണ്. ജോലി കയറിയത് മുതൽ അവളുടെ സ്മാർട്ട്നെസ് ഉഷാറും കണ്ട് ഭ്രമിച്ച പോലെയായിരുന്നു. പിന്നെ അത് പറയാനാവാത്തൊരു ഇഷ്ടമായി. തൻ്റെ സെക്രട്ടറി എന്നതിനപ്പുറം ഉള്ളിൽ അവളോട് എന്തൊക്കെയോ ഉണ്ടായി തുടങ്ങി. പക്ഷെ അവൾക്കത് ഇപ്പോഴും അറിയില്ല. അവൾക്കിപ്പോഴും ഞാൻ അവളുടെ ബോസ് മാത്രമാണ്. എന്നാ മോളെ, ഞങ്ങൾ ഇറങ്ങട്ടെ. ടീച്ചറോടും സൈറയോടും പറഞ്ഞ് അവരിറങ്ങി. സമീർ നേരത്തെ തന്നെ വണ്ടിയിൽ കയറിയിരുന്നു. പോകുമ്പോൾ അവൾ വെറുതെ ഒന്ന് നോക്കി. ദേഷ്യത്തോടെ എങ്ങോട്ടോ നോക്കിയിരിപ്പാണ്. സൈറ ഒന്ന് ചിരിച്ചു. ഒരു വേള ഞാനും എന്തൊക്കെയോ സ്വപ്നം കണ്ടിരുന്നു. ഇഷ്ടപ്പെട്ടിരുന്നു. ഈ ആൾ ഇങ്ങനെ ഒരു കാര്യം പറയുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. അല്ലെങ്കിലും പ്രണയമുള്ള ഒരാൾ വേറൊരു പെണ്ണിനെ കാണാൻ വരില്ലല്ലോ. അല്ലെങ്കിൽ ഇതൊന്നും നമുക്ക് വിധിച്ചതല്ല. അവളോട് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. സൈറ മോളെ, നീയൊന്നും പറഞ്ഞില്ല. എൻ്റെ പാത്തു, അത് നമുക്ക് സെറ്റാവില്ല. അതൊരു നല്ല കാമുകനാ. ഉപ്പാനെ നിർബന്ധം മൂലം വേറെ വഴിയില്ലാതെ വന്ന. എന്നിട്ട് എന്നോട് ഇഷ്ടപ്പെടില്ലെന്ന് പറഞ്ഞ് ഇതൊന്ന് ഒഴിവാക്കി തരണമെന്ന് പറഞ്ഞു. ഞാൻ എങ്ങനെയാ അത് അവിടെ വെച്ച് പറയാം? അതുകൊണ്ട് എൻ്റെ കുഞ്ഞി പാത്തുമാൻ്റെ നൈസായിട്ട് ഇത് ഡീൽ ചെയ്താൽ മതി. അല്ലെങ്കിൽ നമുക്കിതൊന്നും വിധിച്ചിട്ടില്ല എൻ്റെ പാത്തു. അതും പറഞ്ഞ് അവരുടെ കവിളിലൊന്ന് വലിച്ച് അവളകത്തേക്ക് കയറിപ്പോയി. കുറച്ചു നേരം എന്ത് ചെയ്യണമെന്നറിയാതെയായി ഫാത്തിമ ടീച്ചർക്കും. കാരണം അവർക്ക് ആ കുടുംബത്തെ നന്നായി ബോധിച്ചിരുന്നു. സൈറക്ക് നല്ലൊരു ജീവിതം ഇതിലൂടെ അവരും കണ്ടിരുന്നു. പക്ഷെ അതിന് വിധിയുണ്ടാവില്ല. അവരൊന്ന് ഇടിവിർപ്പിട്ട് അകത്തേക്ക് കയറി. തിരിച്ച് വീട്ടിലേക്കുള്ള യാത്രയിലാണ് അവർ. എന്ത് ഭംഗിയാണല്ലേ അമ്മച്ചി സൈറയെ കാണാൻ. സുമിയാണ് അവൻ്റെ ഒരേ ഒരു അനിയത്തി. സുമി, സൈറ എന്നാണോ പെണ്ണെ വിളിക്കേണ്ടത്? നിന്റെ ഇത്താത്തേ അവള്. ഉമ്മ അവളിൽ നിന്ന് ശാസിച്ചു. ഞങ്ങൾ ഏതാണ്ട് ഒരേ പ്രായം ഉമ്മച്ചി. അവളെ എന്നെ സൈറാന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ്. ആള് കാണാൻ എന്നെ പോലെ സംസാരവും സൂപ്പറോ. എന്തായാലും എനിക്ക് നല്ല ഇഷ്ടമായി. അതിനാർക്കാ ഇഷ്ടപ്പെടാത്ത? നല്ലൊരു കുട്ടിയല്ലേ. അവൻ്റെ ഉമ്മയാണ്. അതുകൊണ്ട് തന്നെയല്ലേ ഞാൻ നമുക്ക് വേണ്ടി അവളെ ചോദിച്ചത്. ഞാൻ ടീച്ചറെ അടുത്ത് ചെല്ലുമ്പോൾ ഒക്കെ കാണാറുണ്ട് അതിനെ. അന്ന് മുതൽ ഞാൻ മനസ്സിലുറപ്പിച്ച ഇവൻ എന്തെങ്കിലും വിവാഹത്തിന് സമ്മതം മൂളുന്ന സമയത്ത് ഇവനെ കൊണ്ട് നിക്കാഹ് കഴിപ്പിക്കണമെന്ന്. എന്നാൽ ഇവരുടെ സംസാരം കേട്ട കലിപ്പ് മുഴുവൻ സ്റ്റിയറിംഗിലും ആക്സിലേറ്ററും തീർക്കുകയാണ് സമീർ. അവൻ്റെ ഉള്ളിൽ അപ്പോഴും നേഹ മാത്രമായിരുന്നു. വീട്ടിലെത്തിയതും റൂമിലേക്ക് കയറാറാഞ്ഞവനെ ഉമ്മ തടഞ്ഞു വെച്ചു. എന്താടാ, അവിടുന്ന് പോന്നപ്പോൾ തൊട്ട് നിന്റെ മുഖം ഇങ്ങനെയാണല്ലോ, എന്താ കാര്യം? അത് ഉമ്മച്ചി, എനിക്ക് ആ പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെട്ടില്ലെന്നോ? അതിനെന്താടാ ഒരു കുറവ്?
അത്രയും നല്ലൊരു കുട്ടി ആരെങ്കിലും വേണ്ടാന്ന് വെക്കുമോ? അതെന്താടാ, ആരുമില്ലാത്ത കുട്ടിയായതുകൊണ്ടാണോ? നിനക്കറിയില്ലേടാ, നമ്മൾ ഉപ്പച്ചിക്ക് അങ്ങനെയുള്ളൊരു കുട്ടിയെ വേണമെന്നാ. അങ്ങനെയുള്ളവർക്കാണ് ജീവിതം കൊടുക്കേണ്ടതെന്ന് എന്ന് ഉപ്പച്ചി എപ്പോഴും നിന്നോട് പറയാറില്ലേ? അല്ലുമ്മ, അതുകൊണ്ടൊന്നല്ല, എനിക്ക് ഇഷ്ടമായില്ല, അതുകൊണ്ടാ. എടാ ഞാനതിനോട് വേണ്ട റസിയ, ഓനെ നിർബന്ധിക്കണ്ട. ഓൻ ഇഷ്ടമെനിക്കാ വേണ്ട. ഉപ്പ ഒരു കയ്യിൽ ഫോൺ പിടിച്ച് അവൻ ഉറ്റുനോക്കി. മറുതലക്കിൽ ഫാത്തിമ ടീച്ചർ വിളിച്ചു വെച്ചിട്ട് ഉണ്ടായിരുന്നുള്ളൂ എന്ന് ഉപ്പാന്റെ ആ നോട്ടത്തിൽ നിന്ന് തന്നെ അവന് മനസ്സിലായി. സെമി, ഈ പോയി റെസ്റ്റ് എടുത്തോ, ഓഫീസ് നേരെ പോന്നല്ലേ. അവനൊരു കുറ്റബോധത്തോടെ തലാഴ്ത്തി മുകളിലേക്കുള്ള പടികൾ കയറി റൂമിലെത്തിയ പാടെ ബെഡിലേക്ക് വീണു. ഉപ്പാന്റെ മുഖം കണ്ടപ്പോഴേ മനസ്സിലായതാണ് ടീച്ചർ കാര്യം പറഞ്ഞിട്ടുണ്ടെന്ന്. തക്കതായ ഒരു കാരണമില്ലാതെ ഞാനിങ്ങനെ ഒരു തീരുമാനം എടുക്കില്ലെന്ന് ഉപ്പാക്കറിയാം. തന്റെ മനസ്സിലുള്ള ആ കാരണം ഉപ്പച്ചിയെ അറിയിക്കാൻ കഴിയാത്തതിൽ അവൻ എന്തെന്നില്ലാത്തൊരു ദുഃഖം തോന്നിപ്പോയി. പിന്നെ നേഹയുടെ മുഖമോർത്തപ്പോൾ എല്ലാത്തിനും നാളെ ഒരു തീരുമാനമാക്കണമെന്ന് വിചാരിച്ചു. 2 ദിവസമായിട്ട് ലീവാണ് അവൾ. എന്തോ പേഴ്സണൽ ആണെന്ന് അശോകേട്ടൻ പറഞ്ഞു. അന്ന് താൻ മുംബൈയിലായിരുന്ന സമയത്താണ് അവൾ ലീവ് എടുത്ത്. അവളോട് പറഞ്ഞിട്ട് ഉപ്പച്ചിയോട് പറയാമെന്ന് വെച്ചതാണ്. പക്ഷെ അതിനിടക്ക് ഉപ്പച്ചി തന്നെ കെട്ടിവലിച്ച് അങ്ങോട്ട് കൊണ്ടുപോകുമെന്ന് പ്രതീക്ഷിച്ചില്ല. നാളെ തന്നെ നേഹയെ കാണണം. കുറച്ചായി തൻ്റെ ഉള്ളിൽ തോന്നിയൊരു ഇഷ്ടം അവൾ അറിയിക്കണം. അവളുടെ അഭിപ്രായം അറിഞ്ഞ ഉടനെ ഉപ്പയെ അറിയിക്കാം. അല്ലെങ്കിൽ വീണ്ടും ഇതുപോലെ പെണ്ണുകളിൽ ഇനിയും ഉണ്ടാവും. അവൻ മനസ്സിൽ നിശ്ചയിച്ച് ഉറപ്പിച്ചു. പിറ്റേന്ന് രാവിലെ പതിവ് പോലെ ഓഫീസിലേക്ക് ഇറങ്ങിയതാണ്. താഴെ ഉമ്മച്ചിയും സുമി അടുക്കളയിലുണ്ട്. അവൻ വന്നപ്പോഴേ ഉമ്മച്ചിയുടെ മുഖം വീർത്ത് കെട്ടി ഒരു കൊട്ടക്കണക്കിനുണ്ട്. അത് ഇന്നലത്തേൻ്റെ ആണെന്ന് അവന് മനസ്സിലായി. ആൾക്ക് ആ പെണ്ണിനെ അത്രയും നന്നായി ബോധിച്ചിട്ടുണ്ട്. അങ്ങനെയായിരുന്നല്ലോ അവളുടെ കളിയും ചിരിയും സംസാരവും. അവൻ വെറുതെ ഒന്ന് ഓർത്തു. അല്ലെങ്കിലും നല്ലതൊന്നും നായ്ക്കൾക്ക് പറ്റില്ലല്ലോ. അവനെ കണ്ടപാടെ സ്ലാബിലിരുന്ന് സുമി പറഞ്ഞു. ആടി, നിന്റെ കെട്ടിയവനെ പോലെ ആവില്ല എല്ലാവരും. അവനോട് തലയിൽ ഒരു കിഴുക്ക് വെച്ച് കൊടുത്തുകൊണ്ട് പറഞ്ഞു. അവളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞതാണ്. 6 മാസം കഴിഞ്ഞാണ് നിക്കാഹ്. അമ്മാവന്റെ മകൻ, അതായത് ഉമ്മച്ചിയുടെ ആങ്ങളുടെ മോൻ തന്നെയാണ് വരൻ. എൻ്റെ ഉമ്മച്ചി ഇങ്ങനെ മുഖം വീർത്തിട്ട് നിൽക്കല്ലേ, ഞാൻ പോയെന്നുണ്ട്, നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. അവൻ ഉമ്മച്ചിയുടെ കവിളിൽ നിന്ന് അമർത്തി മുത്തി. ചായ കുടിച്ചിറങ്ങാൻ നേരം ഉപ്പ ഉമ്മർത്തിരുന്ന് പത്രം വായിക്കുകയാണ്. നാസ് ബിസിനസ് ഗ്രൂപ്പ് എന്ന തന്റെ തട്ടകം ഏകമകനായി എന്നെ ഏൽപ്പിച്ച ആളിപ്പോൾ സുഖവാസത്തിലാണ്. അവൻ വെറുതെ ഒന്ന് ഓർത്തുപോയി. എന്നാലും വരും ഇടക്കൊക്കെ ഓഫീസിലേക്ക്. ചില മിന്നൽ പരിശോധനകളൊക്കെ നടത്തി തിരിച്ചു പോകും. ഉപ്പ, ഞാൻ പോയിട്ട് വരാം. ആ സെമീറേ, എൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇയനെ തുറന്നു പറയണം. നമുക്ക് എന്താച്ചാ ചെയ്യാം. പക്ഷേ എന്തായാലും അത് വേഗം വേണം. സുമിൻ്റെ കൂടെ നിൻ്റെയും കൂടി നിൽക്കാതെ നടത്താനാ ഞാൻ ആഗ്രഹിക്കുന്നത്. ഉപ്പ, അത് ഞാൻ വന്നിട്ട് സംസാരിക്കാം. എന്നും കുറച്ച് നേരത്തെ ഇറങ്ങാറുണ്ട്. കാരണം സിറ്റി റോഡിലെ ട്രാഫിക് കഴിഞ്ഞ് അങ്ങോട്ട് എത്തുമ്പോഴേക്കും ഒരു നേരമാവും. പിന്നെ ഒരു സ്ഥാപനമാകുമ്പോൾ അതിൻ്റെ MD-യുടെ കൃത്യനിഷ്ഠത പോലെ ഇരിക്കുമല്ലോ മറ്റു തൊഴിലാളികളുടേതും. അവൻ വന്നപാടെ MD-യുടെ കൂടെ ക്യാബിനിലേക്ക് നടന്നു. പോകുമ്പോൾ തന്നെ കണ്ടു നേരെ കൂടെയുള്ള സ്റ്റാഫുകളോട് എന്തൊക്കെയോ ചിരിച്ച് സംസാരിക്കുന്നു. അവളുടെ മുഖം കണ്ടപ്പോഴേ അവനുള്ള ഒരുപാട് സന്തോഷിച്ചു. സമീർ തന്റെ ക്യാബിനിലേക്ക് കയറിയതും സ്റ്റാഫുകൾ നേഹയോട് കണ്ണു കാണിച്ചു. അവൾ വേഗം ക്യാബിനുള്ളിലേക്ക് നടന്നു. സമീർ വേഗം കസേരയിലിരുന്നു. തുറന്നു വെച്ച ലാപ്പിലേക്ക് നോക്കി. മെയിൽസൊക്കെ ഓപ്പണാക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാം അവളുടെ ഡ്യൂട്ടിയാണ്. ഇനി ഓരോ മെയിലും ഡീറ്റെയിൽ ആയി ചെക്ക് ചെയ്ത് റിപ്ലൈ കൊടുക്കേണ്ടതാണ് തൻ്റെ ജോലി. അവൻ കണ്ണടയൊന്ന് ശരിയാക്കി വെച്ചു. അപ്പോഴാണ് നേഹ അവന് നേരെ ഒരു സീറ്റ്സിന്റെ ബോക്സ് നീട്ടിയത്. അവൻ എന്തിനെന്ന രീതിയിൽ അവളെ നോക്കി. ഇന്നലെ എൻ്റെ എൻഗേജ്മെന്റ് ആയിരുന്നു സാർ. അരുതാത്ത എന്തോ കേട്ട പോലെ അവൻ ഞെട്ടിക്കൊണ്ട് അവളെന്ന് മുഖമുയർത്തി നോക്കി. പെട്ടെന്നായിരുന്നു, ഒരു ഫംഗ്ഷനായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, അതാരോടും പറയാഞ്ഞത്. അവൾ സ്വീറ്റ്സിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഓ സോറി, കൺഗ്രാറ്റുലേഷൻസ്. എന്ത് ചെയ്യുന്നു ആള്? നേവിലാണ് സാർ. 2-3 മാസത്തിനുള്ളിൽ മാരേജ് ഉണ്ടാവും. ഓക്കെ, എനിവേ ഗുഡ് ലക്ക് ആൻഡ് ഹാപ്പി മാരീഡ് ലൈഫ്. താങ്ക് യു സാർ. അവൾ അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് സ്വീറ്റ്സുമായി പുറത്തേക്ക് ഇറങ്ങി. ഹൃദയത്തിൽ നിന്ന് രൂപാന്തരപ്പെട്ട ഒരു ഗദ്ഗതം സമീറിന്റെ തൊണ്ടയിൽ കുടുങ്ങി. ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാത്തൊരു തരിച്ചിൽ അവനിൽ ഉണ്ടായി. അതെ, അവൾക്ക് ഞാൻ വെറും ഒരു ബോസ് മാത്രമായിരുന്നു. തനിക്ക് മാത്രമാണ് അവളോട് സ്നേഹം ഉണ്ടായിരുന്നത്. ഐ ആം ടു ലേറ്റ്. ഞാൻ വളരെ വൈകിപ്പോയി. അവൻ സീറ്റിലേക്ക് ചാരി കണ്ണുകൾ അടച്ചു. ഒന്നിലും ശ്രദ്ധിക്കാൻ പറ്റാത്ത പോലൊരു ക്ഷീണം അവനൊന്ന് മൂടി. എന്നാൽ എല്ലാവരോടും ചിരി സംസാരിച്ച് തൻ്റെ കയ്യിൽ റിങ് കാണിച്ചു കൊടുക്കുന്ന നേഹയെ അവൻ ഗ്ലാസ് വാളിനുള്ളിലൂടെ കണ്ടു. സമീറിന് തന്നോട് തന്നെ ഒരു പുച്ഛം തോന്നിപ്പോയി. അന്നേരം വൈകുന്നേരം വീട്ടിലെത്തിയപ്പോൾ പതിവിലേറെ ക്ഷീണമുണ്ടായിരുന്നു. അവള് തേച്ചില്ലേ? എന്ത്? കലിപ്പം ബോസ് സമീർ താഹിറിന് അസിസ്റ്റന്റ് നേഹ തേച്ചു പോയില്ലേ? ഇങ്ങനെ നോക്കണ്ട, ഇടയ്ക്കിടെ ബാപ്പാനൂടെ ഓഫീസിൽ വരുമ്പോൾ കാണാം നിങ്ങൾക്ക് ഓൾറെഡിയുള്ള വായിനോട്ടം. MD സമീർ താഹിറിന്റെ കാമുകമുഖം ഞാൻ കുറെ കണ്ടതാ. ഇന്ന് അശോകേട്ടൻ വന്നപ്പോൾ പറയുന്നത് കേട്ടു. സുമി ഒരു ആക്രയോടെ വായപൊത്തി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഹാവു, എനിക്കെന്തായാലും സമാധാനമായി. എനിക്കതിനെന്തോ നാത്തൂനായിട്ട് സങ്കല്പിക്കുമ്പോൾ തന്നെ ഛർദ്ദിക്കാൻ വരും. അതിനൊക്കെ നമ്മുടെ സൈറ തന്നെ. പക്ഷെ അതും പോയി. ഭാഗ്യമില്ല മോനെ. എന്തോ ഉമ്മച്ചി പറയില്ല ഒരു പഴഞ്ചൊല്ല്. ആ,
ഉത്തരത്തിലുള്ള കിട്ടിയില്ല, കക്ഷത്തിലുള്ള പോവുകയും ചെയ്തു. ഇപ്പൊ ഇഞ്ചി അടിച്ച കുരങ്ങനെ പോലെ ഇയാളെ കാണാൻ. അവള് വിടാൻ ഭാവില്ല. ചി പൊടി. അവൻ കാലിലെ ഷൂരി അവൾക്ക് നേരെ എറിഞ്ഞു. അവൾ ഉമ്മാന്ന് വിളിച്ച് അടുക്കളയിലേക്ക് ഓടി. സമീർ പിന്നെ ഒന്നിനും നിൽക്കാതെ മുകളിലെ റൂമിൽ കയറി ഫ്രഷായി. മനസ്സിനെന്തോ ആകെ ഒരു അസ്വസ്ഥത. ഉമ്മ തന്ന ചായ കുടിച്ച് ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് വണ്ടിയെടുത്ത് ഇറങ്ങി. ഇതിടക്കൊക്കെ പതിവുള്ളതാണ്. മനസ്സുവല്ലാതെ അസ്വസ്ഥമാകുമ്പോൾ തൻ്റെ വണ്ടിയെടുത്ത് ബീച്ചിലെ കരിങ്കൽ തിട്ടകളിൽ വന്നിരിക്കും. എന്നാലും ഓഫീസിലെ കാര്യങ്ങളല്ലാതെ തൻ്റെ മനസ്സ് ഇതുപോലെ ഒരിക്കലും സംഘർഷപ്പെട്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഇഷ്ടപ്പെട്ട അത്രയും കളങ്കമില്ലാതെ തന്നെയാണ്. അവൻ വണ്ടി സൈഡാക്കി ആർത്തലച്ച് തീരം പുൽകുന്ന തിരമാലകളെ നോക്കി ആ കരിങ്കൽ തിട്ടക്കരിയിലിരുന്നു. അപ്പോഴാണ് മണലിലേക്ക് വീണൊരു ബോൾ എടുക്കാൻ ഒരു കുട്ടി ഓടി വരുന്ന അവൻ ശ്രദ്ധിച്ച്. അനു മതി, ഇപ്പൊ തന്നെ ടൈം ഒരുപാടായി. ഇനി വൈകിയ ടീച്ചർ ആൻറ്റി വഴക്ക് പറയും. പ്ലീസ് ദീദി, കുറച്ചു നേരം കൂടി. 3 പെൺകുട്ടികളാണ്. കടൽ തീരത്ത് ഫുട്ബോൾ തട്ടി കളിക്കുകയാണ്. അതിനടുത്തായി കൈരണ്ടും കെട്ടി അവരെ നോക്കിക്കൊണ്ട് അവളും. സൈറ, അവൻ പതിയെ ഒന്ന് മുഴിഞ്ഞു. ഒരു ജീൻസും ടോപ്പുമാണ് വേഷം. ഒരു ഷോൾ കൊണ്ട് തലയിലാകെ ചുറ്റി വെച്ചിട്ടുണ്ട്. അത്രമേൽ അഴകാർന്ന ഒരു മുഖം. അവൻ അവളെ നോക്കി കാണുകയായിരുന്നു. എന്നാൽ അവളിതൊന്നും ശ്രദ്ധിക്കാതെ കുട്ടികൾ വിളിക്കുന്ന തിരക്കിലാണ്. അനു പോവാ. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ അവൾ വീണ്ടും വിളിച്ചതോടെ കുട്ടികൾ കരക്കേറി. ദീദി, ഞങ്ങൾക്ക് ഐസ്ക്രീം ആയിട്ടാ. അതിലൊരു കുട്ടി ഐസ്ക്രീം വണ്ടിക്ക് നേരെ കൈനീട്ടി പറയുന്നുണ്ട്. സൈറ ഒരു കുഞ്ഞു ചിരിയോടെ എല്ലാവർക്കും ഐസ്ക്രീം വാങ്ങി കൊടുക്കുന്നുണ്ട്. ശേഷം അവൾ എല്ലാവർക്കും വേണ്ടി വണ്ടിയുടെ ഡോർ തുറന്നു കൊടുത്തു. അവളും വണ്ടിയിൽ കയറി. ടീച്ചറുടെ വണ്ടിയാണത്. പലപ്പോഴും ഉപ്പയെ കാണാൻ വരുന്ന കണ്ടിട്ടുണ്ട്. സമീർ ഓർത്തു. എന്തുകൊണ്ടോ സൈറയെ കണ്ടപ്പോൾ ഉള്ളിലെവിടെയോ ഒരു നഷ്ടബോധം ഉടലെടുക്കുന്നുണ്ടോ എന്ന് അവൻ തന്നോട് തന്നെ ചോദിച്ചു. അന്ന് പെണ്ണ് കാണാൻ ചെന്നപ്പോൾ അവളോട് സംസാരിച്ചൊക്കെ അവനറിയാതെ ഓർത്തുപോയി. പിന്നെ രാത്രി ഏറെ വൈകിയാണ് വീട്ടിലെത്തിയത്. വണ്ടിയിൽ നിന്നിറങ്ങി ഡോർ അടക്കുമ്പോഴേ കണ്ടു ഉമ്മറത്ത് ഉപ്പ ഇരിക്കുന്നുണ്ട്. നീ എവിടെ ആയിരുന്നടാ? മീറ്റിംഗ് ഒന്നും ഇല്ലല്ലോ. അശോകനൊന്നും പറഞ്ഞില്ല. ഞാൻ വെറുതെ പുറത്തേക്കൊന്ന് പോയതോപ്പ. നിന്റെ ആ മാനേജർ പെണ്ണിന്റെ കല്യാണം ഉറപ്പിച്ചു അല്ലേ? അവനതിന് പതുക്കിയൊന്ന് മൂളി. ശേഷം വേറൊന്നും ചോദിക്കാനോ പറയാനോ ഇല്ലാത്ത പോലെ അകത്തേക്ക് കയറിപ്പോയി. ദിവസങ്ങൾ വീണ്ടും ഓടി മറഞ്ഞു. സൈറയുടെ കാര്യം അവനോട് പിന്നെ ആരും പറഞ്ഞില്ല. സുമിക്ക് മാത്രം എപ്പോഴും അവളെക്കുറിച്ച് മാത്രമേ സംസാരിക്കാനുണ്ടാവൂ. അങ്ങനെ ഒരു മാസത്തിന് ശേഷം ഒരു ശനിയാഴ്ച ഓഫീസിൽ നിർത്തിയപാട് സുമി റെഡിയായി നിൽക്കുന്നത് കണ്ടു. ഉമ്മച്ചിയുടെ വീട്ടിലൊരു കല്യാണമുണ്ട്. 3 ദിവസം നിൽക്കുന്ന ആഘോഷങ്ങളും പരിപാടികളുമാണ്. ഇന്നാണ് അതിൻ്റെ തുടക്കം. ഉമ്മച്ചിയും വാപ്പച്ചിയും ഉപ്പച്ചിയും രാവിലെ തന്നെ പോയിട്ടുണ്ട്. സുമി തനിക്ക് വേണ്ടി കാത്തുനിന്നാണ്. എൻ്റെ ഇക്കാക്ക ഇപ്പം തന്നെ ലേറ്റായി, വേഗം വാ. മെഹന്തി നൈറ്റിന് മെഹന്തിടാനുള്ള ആളെയും കൊണ്ട് വേണം പോവാൻ. ഞാൻ കൊണ്ടുവരാമെന്ന് ഏറ്റതാണ്. ആളെയും വിളിച്ചിട്ട് വേണം നമുക്ക് പോവാൻ. ഞാൻ കൊണ്ടുവരാമെന്ന് ഏറ്റതാ. അവളെയും വിളിച്ചിട്ട് വേണം നമുക്ക് പോകാൻ. അവളവിടെ റെഡിയായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക. അവരാണെങ്കിൽ വീട്ടിൽ നിന്ന് എനിക്ക് വിളിച്ചുകൊണ്ടിരിക്കുക. വേഗം റെഡിയായിട്ട് വായിക്കാക. ഓ, ഇനി അതിന് കൂടെ എടുത്തിട്ട് വേണം പോവാൻ. അവൻ പിറുവിരുത്തോണ്ട് സ്റ്റെപ്പ് ഓടിക്കയറി. വേഗം റെഡിയായി താഴോട്ട് ഇറങ്ങി വണ്ടി എടുത്തു. നിന്നെ മൈലാഞ്ചിടാനുള്ള ആളിനി എവിടെയാ? അത് പോകുന്ന വഴിക്കാ, നമ്മുടെ ഫാത്തിമ ടീച്ചറുടെ ഓർഫനേജിനടുത്ത്. സുമി അവനെ ഒന്ന് ഒളിഞ്ഞു നോക്കി. അവിടെ തന്നെ അവൾ ഫോൺ വിളിച്ചു. ഹലോ, ഞങ്ങൾ വീടിന് മുമ്പിലുണ്ട്, വേഗം വാ. അതിന് കുഴപ്പമില്ല, ഞങ്ങൾ തിരിച്ച് തന്നെ ഡ്രോപ്പ് ചെയ്തോളാം, ഡോണ്ട് വറി. അതും പറഞ്ഞ് അവൾ ഫോൺ കട്ടാക്കി. ഒരു ശബ്ദത്തോടെ ഗേറ്റ് തുറന്ന് നടന്നു വരുന്ന ആളപ്പോഴാണ് സമീർ ശ്രദ്ധിക്കുന്നത്. ഇളമഞ്ഞ ചുരിദാറിൽ അതിൻ്റെ ഷോളൊന്ന് നേരെ പിടിച്ചിട്ട് കയ്യിലെ ഫോണിലേക്ക് എന്തോ നോയിക്കൊണ്ട് വരുന്നവളെ ഒരു നിമിഷം നോക്കി നിന്നു അവനും. സൈറ? അവൻ പോലും അറിയാതെ ചുണ്ടുകൾ മൊഴിഞ്ഞു. അവൻ കണ്ണുകുറുക്കി സുമിയെ നോക്കി. എന്താ, ഇത് തന്നെയാണ് ആള്, സൈറ. നല്ല ഒന്നാന്തരം മെഹന്തി ആർട്ടിസ്റ്റാ. നല്ല അടാറ് ചിത്രങ്ങളൊക്കെ വരയ്ക്കും. അപ്പോൾ ഇന്ന് നമ്മുടെ കല്യാണത്തിന് അവൾ തന്നെ ആയിക്കോട്ടെ എന്ന് വെച്ച് 2 ആഴ്ച മുന്നേ ഞാൻ ബുക്ക് ചെയ്തിട്ടതാ. ദേ ഇക്കാക്ക, ആൾക്ക് അല്ലെങ്കിൽ വരാൻ നല്ല മടിയുണ്ട്. ഇനി ഇക്കാക്കിയായിട്ട് കൊളാക്കിയിട്ട് കയ്യിൽ തരരുത്. ഞാൻ ഏറ്റുപോയതുകൊണ്ടാ. അവിടെ എന്നെ അവരുടെ മുമ്പിട്ട് വഷളാക്കരുത്. പിന്നെ അവൾക്ക് 100 ആവശ്യങ്ങൾ കാണും. നമുക്ക് ചെയ്യാവുന്ന സഹായങ്ങൾ ഇങ്ങനെയൊക്കെയല്ലേ. എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അവൾക്ക് ആ ഓർഫനേജിലെ കുട്ടികൾക്കൊരു സഹായമാവും. അവൻ്റെ ഭാഗത്തുനിന്ന് ഒരു ദേഷ്യം ഉണ്ടാവാതിരിക്കാൻ സുമി ആദ്യമേ പറഞ്ഞു കൊടുത്തു. ഫോണിൽ എന്തോ നോക്കി ഓടി വന്ന സൈറയ്ക്ക് വേണ്ടി ഡോർ തുറന്നെടുത്തു സുമി. ഒരു ചിരിയോടെ വണ്ടിയിലേക്ക് കയറുമ്പോഴാണ് ഡ്രൈവർ സീറ്റിലിരിക്കുന്ന സമീറിനെ അവൾ കാണുന്നത്. എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു പരിങ്ങലിൽ അവൾ അവിടെ നിന്നു. സൈറ, കയറ്. അവൾ ഒരു ചിരിയോടെ തലയാട്ടിക്കൊണ്ട് സുമിക്കടുത്തേക്ക് കയറി. സോറി സുമി, ഞാൻ ലേറ്റായോ? ഓഫീസ് കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ട് വേണം, അതുകൊണ്ടാ. നോ പ്രോബ്ലം സൈറ, ഞങ്ങൾക്ക് ഇക്കാക്ക വന്നിട്ട് വേണ്ടേ, അതുകൊണ്ടാ ഉമ്മച്ചി വാപ്പിച്ച് നേരത്തെ പോയത്. ഞാനിങ്ങനെ ഇങ്ങോട്ട് തിരിച്ചു വരിക, എനിക്ക് വേറെ വണ്ടി അറേഞ്ച് ചെയ്ത് തരണേ. അവൻ കേൾക്കാത്ത രൂപത്തിൽ സൈറ പതിയവളോട് പറഞ്ഞു. അതൊക്കെ ഞാൻ സെറ്റാക്കി തരാം, ഞങ്ങളുടെ മെഹന്തി ഒന്ന് കളറാക്കി തന്നാൽ മാത്രം മതി. ഇതേ സമയം വണ്ടി ഓടിക്കുന്നവന്റെ കണ്ണുകൾ എന്തിനെന്നറിയാതെ സൈറയെ തേടി പോകുന്നുണ്ടായിരുന്നു. അവന്റെ കണ്ണുകൾ തന്നെയാണെന്നറിയുമ്പോൾ അവൾ ഒരു പിടച്ചിലോടെ കണ്ണുകൾ മാറ്റുന്നുണ്ട്. മിററിലൂടെ സമീറിന്റെ നോട്ടം കാണുമ്പോൾ സുമിക്കും ചിരി വരുന്നുണ്ടായിരുന്നു. കുറച്ചു നേരത്തെ യാത്രയ്ക്ക് ശേഷം അവർ കല്യാണ വീട്ടിലെത്തി. ഒരു കല്യാണത്തിന്റെ എല്ലാ ബഹളങ്ങളും കേൾക്കാനുണ്ട്. അവൻ വണ്ടി സൈഡാക്കി. അവന്റെ വണ്ടി കണ്ടപ്പോൾ തന്നെ ഉമ്മച്ചി ഇറങ്ങി വന്നു.
എന്താടാ ഇത്ര വൈകിയത്? സോറി, ഇനി 2 ദിവസം ലീവല്ലേ, അപ്പോൾ അതിൻ്റെ പരിപാടികളുണ്ടായിരുന്നു. വണ്ടിയുടെ ബാക്കിൽ നിന്ന് സുമിക്കൊപ്പം സെയ്റയും ഇറങ്ങി. ഉമ്മ നിറഞ്ഞ ചിരിയോടെ അവിടെ കൈ പിടിച്ചു. വാ മോളെ, അവരൊക്കെ കാത്തു നിൽക്കുക. അവളുടെ കൈ പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോയി. അകത്തേക്ക് നടക്കുന്നതിനിടയിൽ അവൾ വെറുതെ അവനെ തിരിഞ്ഞു നോക്കി. ആരോടോ കൈ കൊടുത്ത് സംസാരിക്കുന്നതിനിടയിൽ അവനും കണ്ടു തന്നെ നോക്കുന്നവളെ. മൈലാഞ്ചി രാവിലെ പരിപാടികളൊക്കെ അടിപൊളിയായി നടക്കുന്നുണ്ട്. വീട്ടിൽ കയറിയപ്പോഴേ സുമി എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുത്തു. കുറച്ചു നേരം കൊണ്ട് തന്നെ എല്ലാവരോടും കൂട്ടായി. അവിടുത്തെ വല്യമ്മച്ചിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. എടി റസിയ, എന്ത് കണ്ടിട്ട് എൻ്റെ മോനെ അതിനെ വേണ്ടാന്ന് വെച്ച്? ഞാൻ ആ കുരുത്തം കെട്ടവനെ ഒന്ന് കാണട്ടെ. അവൾ പെണ്ണിന് മൈലാഞ്ചിടാൻ തിരിഞ്ഞേരം അവർ ഉമ്മയോടായി പറഞ്ഞു. ആ വലിയ അകത്തളത്തിൽ അണിഞ്ഞൊരുങ്ങിയ പെണ്ണ് വന്നിരുന്നു. സൈറ അവൾക്കടുത്തായിരുന്നുകൊണ്ട് തന്നെ പണി ആരംഭിച്ചു. ഒരു സൈഡിലായി വൂഫറിൽ നിന്ന് നല്ല മാപ്പിളപ്പാട്ട് ഒഴുകി വരുന്നുണ്ട്. കുട്ടികളും മുതിർന്നവരും അതിനനുസരിച്ച് കളിക്കുന്നുണ്ട്. വലിയമ്മമാർ കസേരയിൽ തന്നെ പാട്ടിന് താളം പിടിക്കുന്നു. ഇനി കുറച്ചു നേരത്തെ കെട്ടിമറിച്ചിലാണ്. സൈറ ചുറ്റുമും നോക്കിക്കൊണ്ട് തന്റെ പണിയിലേക്ക് കടന്നു. ഇനി 2-3 മണിക്കൂർ ഇതിന്റെ പുറകെയായിരിക്കും. ചെറുപ്പം മുതലേ മൈലാഞ്ചിടാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ആദ്യമൊക്കെ ടീച്ചറുടെ കയ്യിലായിരുന്നു തന്റെ കൊത്തുമണി. പിന്നെ അത് ഓർഫനേജിലെ കുട്ടികൾക്കായി, അതും 2 പെരുന്നാൾ വരുമ്പോഴൊക്കെ. പിന്നെ ആദ്യമായിട്ട് പുറത്തുള്ളവർക്ക് മൈലാഞ്ചി ഇട്ട് കൊടുത്തത് ഓഫീസിൽ അൻസിയുടെ നിക്കാഹിനാണ്. അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ചുമ്മാ ഒരു കൗതുകത്തിന് ഇൻസ്റ്റയിൽ സൈറ സാർട്ടി എന്ന പേരിൽ പേജ് ഉണ്ടാക്കി. കിട്ടുന്ന വർക്കൊക്കെ അതിൽ പോസ്റ്റ് ചെയ്തു. അതുകൊണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെറിയ വർക്കുകൾ കിട്ടും. ഇന്നാൾ പെണ്ണ് കാണാൻ വന്ന ശേഷമാണ് സുമിയുമായിട്ട് കൂട്ടാവുന്നത്. അതിനുശേഷമാണ് അവളെനിക്ക് ഇങ്ങനൊരു പരിപാടി ഉണ്ടെന്ന് അറിഞ്ഞത്. അങ്ങനെ ഈ കല്യാണത്തിന് പിടിച്ചു പിടിയാലെ കൊണ്ടുവന്നാണ്. ഇങ്ങോട്ട് പോരാൻ ഏറെ മടിച്ചതാണ്. എന്തോ ആ ഒരാളെ കാണേണ്ടെന്ന് തോന്നി. അത് കാരണം കൊണ്ട് തന്നെ രാത്രിയാണ് തിരിച്ചു വരാൻ ബുദ്ധിമുട്ടാവെന്നൊക്കെ പറഞ്ഞ് ഒഴിയാൻ നോക്കി. പക്ഷെ പെണ്ണ് പിടിവിടാൻ ഒരുക്കമല്ലായിരുന്നു. സൈറ ഒരു നെടുവീർപ്പോടെ ഓരോന്ന് ഓർത്തു. അതിനിടയിൽ ആരൊക്കെ വരുന്നു. പെണ്ണിന് മധുരങ്ങൾ വായിൽ വെച്ച് കൊടുക്കുന്നു. ഏറെ നേരത്തെ കെട്ടിമറിച്ചിലിനൊടുവിൽ ഒരു കൈ അകവും പുറവും പൂർത്തിയായി. മണവാട്ടി പെണ്ണിന് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് മുഖം കണ്ടപ്പോഴേ മനസ്സിലായി. അതിനിടയിൽ പാട്ടിനനുസരിച്ച് ഡാൻസ് കളിക്കുന്നിടത്തേക്ക് നോക്കിയതാണ്. അപ്പോൾ കണ്ടു തൂണിലും ചാരി തന്നെ മാത്രം ശ്രദ്ധിച്ച് നിൽക്കുന്നവനെ. ഓഫീസ് ലുക്കിൽ നിന്നൊക്കെ മാറി ഒരു വൈറ്റ് മുണ്ടും ബ്ലാക്ക് ഷർട്ടും ഒക്കെ ആയിട്ട് ആള് നല്ല ചെത്ത് ലുക്കിലാണ്. എന്തോ ആ നോട്ടം കണ്ടപ്പോൾ തന്നെ മുഖം തിരിച്ച് തൻ്റെ പണിയിലേക്ക് കടന്നു. എല്ലാവരും ഈ രാവ് ആഘോഷമാക്കിയാണ്. സമയം പിന്നെയും കടന്നുപോയി. അപ്പോഴാണ് അവൾക്കൊരു ഗ്ലാസ് ജ്യൂസുമായി സുമി അങ്ങോട്ട് വന്നത്. സൈറ, ഇത് കുടിക്ക്, കുറേ നേരമായില്ലേ? അവളത് വാങ്ങി വേഗം കുടിക്കുകയും ചെയ്തു. വീണ്ടും സമയം നീങ്ങി. അതിനിടയിൽ എല്ലാവരെയും ഭക്ഷണം കഴിക്കാൻ വിളിച്ചു. നിങ്ങൾ പോയി കഴിച്ചോ സുമി, ഞാനിത് കഴിഞ്ഞിട്ട് കഴിക്കാം. ഇത് കഴിഞ്ഞിട്ട് വേണ്ടേ ഇവൾക്കൊന്ന് കിടക്കാൻ? ഞാൻ ലേറ്റായി ഇവളും വൈകും. നാളെ നേരത്തെ എണീക്കണ്ടല്ലേ? അതുകൊണ്ട് ആദ്യം ഇത് തീർക്കട്ടെ. ഇനിയൊരു കാലം കൂടിയുള്ള മൈലാഞ്ചിട്ടാനുള്ളൂ. അത് വേഗം കഴിയും. നീ പോയി കഴിച്ചോ, എന്നെ കാത്തിക്കണ്ട. സൈറ മണവാട്ടി നോക്കിക്കൊണ്ട് സുമിയോടായി പറഞ്ഞു. എന്നാ വേഗം തീർത്തിട്ട് വായും, ഞാനവിടെ ഉണ്ടാവും. എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. അതും പറഞ്ഞ് പുറത്തെ പന്തലിലേക്ക് ഇറങ്ങി സുമി. സത്യത്തിൽ അവൾക്ക് നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു കാലം കൂടി കഴിഞ്ഞാൽ തീർന്നു എന്ന സമാധാനത്തിലായിരുന്നു. നേരം 10 മണി കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ, കഴിഞ്ഞില്ലേ, ഇനി വാ കഴിക്കാം. ഞാൻ കഴിച്ചു. അവിടെ ഉമ്മ ഭക്ഷണം കഴിക്കുന്നുണ്ട്, അവിടെ ഇരിക്കാം. അതും പറഞ്ഞ് അവൾ സൈറയുടെ കൈ പിടിച്ച് പന്തലിലേക്ക് ഇറങ്ങി. പന്തലിലെ ഭക്ഷണത്തിനൊക്കെ കുറെ കഴിഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിലും പുറത്തുനിന്ന് അധികം ആളുകളൊന്നുമില്ല. അവരുടെ കുടുംബക്കാരും ബന്ധുക്കാരും പിന്നെ കല്യാണ പെണ്ണിൻ്റെ ഒരു പറ്റം കൂട്ടുകാരും തന്നെയെന്നുള്ളൂ. അവസാനമായി വീട്ടുകാരിൽ ചിലർ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. സൈറ, മോളെ വായോ, ഇങ്ങോട്ടിരുന്നോ? ഉമ്മ ഒരു സ്റ്റൂൾ നീക്കിയിട്ട് അവൾ അടുത്തേക്ക് വിളിച്ചു. അവൾ വിശപ്പിന്റെ വിളി കൊണ്ട് എങ്ങോട്ടും നോക്കാതെ വേഗം അവിടെ പോയിരുന്നു. അപ്പോഴാണ് അവൾ തന്റെ എതിർവശത്തിരിക്കുന്ന ആളെ ശ്രദ്ധിച്ച്. പടച്ചോനെ, കലിപ്പൻ കാമുകൻ. അവളൊന്ന് ആത്മഗതിച്ചു. നിങ്ങൾ കഴിക്ക്, ഞാനിവിടെ ഉണ്ട് കേട്ടോ. അതും പറഞ്ഞ് ഉമ്മ എഴുന്നേറ്റു. സൈറ തന്റെ മുമ്പിലിരിക്കുന്ന പ്ലേറ്റിലേക്ക് അവനെയൊന്ന് മാറി മാറി നോക്കി. എന്നാൽ താൻ മുന്നിലിരിക്കുന്നതുകൊണ്ട് അവൾ കാണിക്കുന്ന വെപ്രാളങ്ങളെല്ലാം അവനും അറിയുന്നുണ്ടായിരുന്നു. അവന്റെ മുന്നിൽപ്പെട്ട പോലെ ദയനീയതയോടെ അവൾ സുമിക്കായി ചുറ്റും നോക്കി. പക്ഷെ പെണ്ണിനെ അവിടെയൊന്നും കാണാനില്ല. എന്നാൽ അവളെ തന്നെ നോക്കി നിൽക്കുന്നവന്റെ മുഖത്തേക്ക് അറിയാതെ ഒന്ന് കണ്ണുടക്കിയത്. അവനൊരു തവി ചോറെടുത്ത് അവളുടെ പ്ലേറ്റിലേക്കായി ഇട്ടുകൊടുത്തു. അതിൻ്റെ കൂടെ അച്ചാറും സാലഡും അവൾക്കായി വിളമ്പിക്കൊടുത്തു. കഴിക്ക്, കുറെ നേരത്തെ അധ്വാനായിരുന്നില്ലേ, വിശക്കുന്നുണ്ടാവും. അവളും സമ്മത്തോടെ തലയാട്ടിക്കൊണ്ട് പ്ലേറ്റിലേക്ക് മുഖം താഴ്ത്തി. ആ സമയം അവൻ കുറച്ച് വെള്ളമെടുത്ത് കുടിച്ച് കൈ കഴുകാനായി പോയി. അവൻ പോയപ്പോൾ അവൾ വീണ്ടും ചുറ്റും നോക്കിക്കൊണ്ട് വേഗം കഴിക്കാൻ തുടങ്ങി. അപ്പോൾ തന്നെ കൈ കഴുകി ടിഷ്യൂവിൽ തുടച്ചുകൊണ്ട് സെമീർ അവൾക്കെതിരായി ഒരു സ്റ്റൂളിൽ ഇരുന്നു. കഴിച്ചോ, ആരുമില്ലെന്ന് വിചാരിച്ചു പോയി ഓടാൻ നിൽക്കണ്ട. അവരാരെങ്കിലും വരുവോ, ഞാൻ ഇരുന്നോളാം. അവൻ അവളോട് പറഞ്ഞുകൊണ്ട് തൻ്റെ ഫോൺ കയ്യിലെടുത്ത് അവൾക്കെതിരായി പുറംതിരിഞ്ഞിരുന്നു. അവൾ ആശ്വാസത്തോടെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. എന്നാൽ അവൾ അവിടെ ഒറ്റയ്ക്കാണല്ലോ എന്ന ചിന്തയിൽ ഓടി വന്ന സുമിയാണെന്ന് ഒരിടത്തായി ഭക്ഷണം കഴിക്കുന്ന സൈറയും അവൾക്കടുത്ത് കാവലിന്നോണം ഫോണിൽ നോക്കിയിരിക്കുന്ന തൻ്റെ ഇക്കാക്കയുമാണ്. അവളൊരു ചെറു നിശ്വാസത്തോടെ വേഗം വന്ന വഴിയെ തന്നെ തിരിഞ്ഞടന്നു. അവൾ എണീറ്റുകൊണ്ട് അവനെ നോക്കി.
എന്നാ കൈ കഴുകുക. പൈപ്പിന് നേരെ കണ്ണ് കാണിച്ചുകൊണ്ട് സമീർ പറഞ്ഞു. അവളെയും കൈ കഴുകി വന്നു. എന്നാ പോയിക്കോ, അവരോട് അകത്ത് കാണാം അവൻ പറഞ്ഞു. അതിനവളൊന്ന് തലയാട്ടിക്കൊണ്ട് തിരിഞ്ഞു കിടന്നു. അകത്ത് കയറിയപ്പോൾ കണ്ടു വലിയമ്മയോട് എന്തൊക്കെയോ സംസാരിച്ചിരിക്കുന്ന സുമിയെ. സൈറ, നീ ഫുഡ് കഴിച്ചില്ലേ? ഞാൻ അപ്പോഴേക്കും പെണ്ണിൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാൻ പോയി. സുമി ഒന്നും അറിയാത്ത ഭാഗത്തിൽ പറഞ്ഞു. അത് കുഴപ്പമില്ല സുമി, എന്നാ ഇനി പോയിക്കോട്ടെ. നീ ഇവിടെ നിൽക്ക്, ഞാൻ ഉപ്പാനെ വിളിച്ചിട്ട് തരാം, നിന്നെ കൊണ്ടുവിടാം. അതിനവളൊന്ന് തലയാട്ടി. സുമി ധൃതിയിൽ മുറ്റത്തേക്ക് നടന്നു. സാധാരണ ടീച്ചർ ആൻറ്റിയുടെ വണ്ടി എടുത്താണ് പോവാറ്. ഇതിപ്പോൾ കുറച്ച് ദൂരമുണ്ട്, പിന്നെ രാത്രി നല്ലോണം ലേറ്റാവും അറിയാം. അപ്പോൾ പിന്നെ ആദ്യമേ സുമിയുടെ അടുത്ത് പറഞ്ഞതാണ്. ഇക്കാക്ക, ഉപ്പയുടെ എന്തുപറ്റിയിടി? ഉപ്പയുടെ നാളത്തെ നിൽക്കാതിൻ്റെ സംസാരത്തില്ല. എന്താ? അത് സായിരിന്ന് വീട്ടിലുണ്ടായിരുന്നു. അതിനാണോ ഉപ്പാട് തിരക്കില്ല. അവളെ ഞാൻ കൊണ്ടുവിട്ടോളാം. പോയിട്ട് അവളോട് വരാൻ പറ. എന്താ നിങ്ങൾ പറഞ്ഞ്? പോയി അവളെ കൂട്ടിക്കൊണ്ടുപോകണി. അവൻ കൃത്രിമ ദേഷ്യത്തിൽ അതും പറഞ്ഞുകൊണ്ട് മുണ്ട് മടക്കി കുത്തി. ശരി, അവിടെ തന്നെ വന്നാ മതി. സുമി ഒരു ആക്കലോടെ തലയാട്ടിക്കൊണ്ട് അകത്തേക്ക് നടന്നു. എന്നാ ശരി കേട്ടോ. അവളെല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങി. അത് ശരി, ഞാൻ വിളിച്ചോളാം. സുമി അവളോട് പറഞ്ഞുകൊണ്ട് വണ്ടിയിലേക്ക് കയറ്റി. അവൾ കയറിയതും സ്റ്റാർട്ടാക്കി വണ്ടി മുന്നോട്ടെടുക്കുമ്പോഴാണ് ഡ്രൈവർ സമീറാണെന്ന് ശ്രദ്ധിക്കുന്നത്. റബ്ബേ, കാമുകൻ. നെഞ്ചത്ത് കൈവച്ച് തിരിച്ചിറങ്ങിയാലോ എന്ന് ഇവരെ ആലോചിച്ചു. ഡേ, ഉമ്മയോട് പറഞ്ഞേക്ക്, ഞാനിപ്പോൾ വരാമെന്ന്. അവൻ വണ്ടിയിൽ നിന്ന് തലനീട്ടിക്കൊണ്ട് സുമിയോടായി പറഞ്ഞു. ശരി. അവന് നോക്കിയൊരു കള്ളച്ചിരിയോടെ അവൾ തലയാട്ടി. അവൻ പുറകിലേക്ക് ഒന്നുകൂടി നോക്കിക്കൊണ്ട് വണ്ടിയെടുത്തു. കുറച്ച് ദൂരം പോയപ്പോൾ വണ്ടി ഒരു ഭാഗത്തായി ഒതുക്കി. എന്താ? അവളൊന്നും അറിയാത്ത പോലെ ചുറ്റും നോക്കി. അതെ, ഞാൻ ആരുടെയും ഡ്രൈവറല്ല, എനിക്കിങ്ങനെ വണ്ടി ഓടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതും പറഞ്ഞ് അവൾക്കായി അവൻ ഫ്രണ്ടിലെ ഡോർ തുറന്നു കൊടുത്തു. അവൻ പറഞ്ഞ് എന്താണെന്ന് അവൾക്ക് ആദ്യം ഓടിയില്ല. പിന്നെയാണ് താൻ ബാക്കിലിരുന്നാണ് പ്രശ്നമെന്ന് മനസ്സിലായത്. തിരിച്ചൊന്നും പറയാനാവാത്ത സന്ദർഭമായതിനാൽ മേളിലെ ഡോർ ഒന്ന് അവൻ അരികിലിരുന്ന് ഡോർ അടച്ചു. ചുണ്ടിൽ വിടർന്ന കുഞ്ഞു പുഞ്ചിരി സമർത്ഥമായി മറച്ചു വെച്ചുകൊണ്ട് സമീർ വീണ്ടും വണ്ടിയെടുത്തു. കുറച്ചുകൂടി ചെന്നപ്പോൾ അവൾക്ക് ഫാത്തിമ ടീച്ചറുടെ ഫോൺ കോൾ വന്നു. പാത്തു, ഞാൻ വരികയാണ്. വേണ്ട, എന്നെ കാത്തിക്കണ്ട. പാത്തി കിടന്ന, ഞാൻ വന്നോളാം. അവൾ കോൾ കട്ടാക്കി ഫോൺ ബാഗിലിട്ടു. ഫാത്തിമ ടീച്ചർ പാത്തു എന്നാണോ ഇയാൾ വിളിക്കാറ്? അതെ, ഞാൻ മാത്രം. അവരെനിക്ക് എൻ്റെ വളർത്തമ്മ മാത്രമല്ല, എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയും കൂടിയാണ്. വളരെ ചെറുപ്പം മുതൽ കൂട്ടുകൂടിയതല്ലേ. അന്നു മുതൽ ഞാനവർ വിളിക്കുന്ന പാത്തു എന്നാ. താനെവിടെ വർക്ക് ചെയ്യുന്നു? ഇൻഫോ പാർക്കിൽ. അവനതിനൊന്ന് മൂളി. സൈറ, അന്ന് ഞാൻ അങ്ങനെയൊക്കെ നിന്നോട് സംസാരിച്ചതിന് സോറി. ഏയ്, ഇറ്റ്സ് ഓക്കെ. ഞാനതൊക്കെ അപ്പോഴേ മറന്നു. പിന്നെ ഞാനും ക്ഷമ ചോദിക്കുക. നിങ്ങൾ പറഞ്ഞ പോലെ പറയാൻ അതെനിക്ക് കഴിയായിരുന്നില്ല. കാരണം നിങ്ങളുടെ ഒപ്പം ഞങ്ങളുടെ ഓർഫനേജിൻ്റെ എല്ലാമാണ്. സത്യം പറഞ്ഞ ഒരു പ്രപ്പോസൽ കൊണ്ടുവരുമ്പോഴേ ഞങ്ങൾ വിലക്കണമായിരുന്നു. ഞങ്ങൾക്കൊന്നും സ്വപ്നം കാണാൻ പോലും ആവാത്തൊരു ബന്ധമായിരുന്നത്. അന്നേരം ഞങ്ങളുടെ നില മറന്നുപോയി. പിന്നെ അവരോടൊക്കെ ഒറ്റയടിക്ക് ഇയാൾ പറയുമ്പോൾ എനിക്കൊന്നും പറയാനാവില്ല. അതൊരു നന്ദിയുടെ അഹങ്കാരമായിട്ട് പോകുന്നുള്ള പേടിയാണ്. കാരണം ഞങ്ങളെപ്പോലുള്ള അനാഥരെ സംരക്ഷിച്ചു പോരുന്ന അവരെ പോലെ ഒരുപാട് നല്ല മനസ്സുകളാണ്. പിന്നെ ഇയാൾക്ക് ഇങ്ങനെ ഒരു ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞപ്പോഴേ ഞാനത് വിട്ടതാ. ടീച്ചറാ നിങ്ങളുടെ ഉപ്പയുടെ വിവരങ്ങൾ പറഞ്ഞ്. അവൾ അത്രയും പറഞ്ഞുകൂടെ അവനൊന്ന് ഇടിവീർപ്പെട്ടു. ഇയാൾക്ക് അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ ആദ്യം വീട്ടിലറിയിച്ചാൽ മതിയായിരുന്നില്ലേ? എന്നാൽ പിന്നെ അവന് വേറെ ബന്ധത്തിന് ഒരുങ്ങിയില്ലല്ലോ. ഞാനൊരു കാര്യം പറയട്ടെ. സൈറാന്റെ മുഖത്തേക്ക് നോക്കി. പറഞ്ഞു. ആ ഇഷ്ടം എന്താ അന്ന് നിങ്ങൾ വീട്ടിൽ പറയാഞ്ഞത്? ഇനി നിങ്ങളത് മറച്ചു വെക്കരുത്. കാരണം നിങ്ങളുടെ ഉപ്പ ഇതുപോലെ വേറെ ഏതെങ്കിലും ബന്ധങ്ങൾ കണ്ടുപിടിച്ച് അവസാനം വെച്ചാൽ പറ്റില്ലെന്ന് പറയുമ്പോൾ അവിടെ താഴ്ന്നു പോകുന്ന അദ്ദേഹത്തിൻ്റെ അഭിമാനം കൂടിയല്ലേ. അതുകൊണ്ട് ഇനിയും വൈകരുത്. എനിക്കും പേഴ്സണലി അദ്ദേഹത്തെ വളരെ ഇഷ്ടമാണ്. ഞങ്ങളൊക്കെ ചെറിയ കുട്ടികളാകുമ്പോഴേ അവിടെ വരാറുണ്ട്. ഒരുപാട് സ്നേഹം ഞങ്ങളോട്. ആരോഗ്യമില്ലാത്ത ഞങ്ങൾക്കും അതൊക്കെ അത്രമേൽ വലുതായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. നിങ്ങളായിട്ട് ആ ഉപ്പാൻ്റെ വിലകളരുത്. അത് പറയുമ്പോൾ അവളുടെ ശബ്ദം നന്നേ പതിഞ്ഞു പോയിരുന്നു. അതോ, അതിന് നടക്കുമെന്ന് തോന്നില്ല. എന്തുപറ്റി? അത് അവളുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു. പിന്നെ എനിക്കങ്ങനെ ഒരു ഇഷ്ടമുണ്ടായിരുന്നു എന്ന് അവൾക്കറിയില്ല. ഇറ്റ് വാസ് എ വൺ സൈഡ് ലവ്. ഓ, ഐ എം സോറി, എനിക്കറിയില്ലായിരുന്നു. ഏയ്, ഞാനത് അപ്പോഴേ വിട്ടു. ഇയാൾക്ക് സങ്കടമല്ലേ അത്രമേൽ സ്നേഹിച്ച ഒരാൾ മറ്റൊരാളുടേതായെന്ന് പറയുമ്പോൾ? ഉണ്ടായിരുന്നു. പിന്നെ ആളുടെ മൊത്തം സന്തോഷം കാണുമ്പോൾ അതാണ് ശരിയെന്ന് എനിക്ക് തോന്നി. സാരമില്ല, ഇതായിരിക്കും പഠിച്ചവൻ്റെ തീരുമാനം. ഇയാൾക്ക് വിധിച്ച സമയമാകുമ്പോൾ ഇയാളുടെ മുമ്പിൽ വരും. അവളവനെ സമാധാനിപ്പിക്കാനെന്നോണം പറഞ്ഞു. അതിനവൻ അവൾ നോക്കിയത് പുഞ്ചിരിച്ചുകൊണ്ട് വീണ്ടും ഡ്രൈവിംഗിലേക്ക് ശ്രദ്ധ തിരിച്ചു. വീടെത്താറായതും അവനുള്ളിലേക്ക് വണ്ടി കയറ്റി. ഇവിടെ നിർത്തിയാൽ മതി, ഞാൻ പോയിക്കോളാം എന്ന് റോഡരികിലെത്തിയപ്പോഴേ അവൾ പറഞ്ഞതാണ്. വണ്ടിയുടെ ശബ്ദം കേട്ടപ്പോൾ തന്നെ ടീച്ചർ ഇറങ്ങി വന്നു. മോഹനായിരുന്നു, ഞാൻ കരുതി ഉപ്പയാവുന്നു. മക്കൾ ഉറങ്ങിയോ എന്ന് ചോദിച്ചുകൊണ്ട് അവനെ നോക്കി ചിരിച്ച് തലയാട്ടിക്കൊണ്ട് അവൾ അകത്തേക്ക് കയറിപ്പോയി. അവൾ കയറിപ്പോയി നീണ്ടതും സമീർ ടീച്ചറോടായി പറഞ്ഞു. സോറി ടീച്ചർ, അന്ന് അങ്ങനെയൊക്കെ ഉണ്ടായതിന്. അത് സാറിലെ കുട്ടി, അവൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അവിടേക്ക് വരാൻ.
കാരണം സ്നേഹിക്കാൻ മാത്രം അറിയുന്ന മാതാപിതാക്കളുടെ വില എൻ്റെ മക്കൾക്ക് നല്ലോണം അറിയാലോ. ഇയാളുടെ ഭാര്യയാവുന്നതിനേക്കാൾ അവൾ ആഗ്രഹിച്ച് അവരുടെ മകളാവാനായിരുന്നു. മോൻ്റെ ഉപ്പ തന്നെയാണ് അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞ് ഞങ്ങളുടെ അടുത്തേക്ക് വന്ന്. ആദ്യമൊന്നും അവളും സമ്മതിച്ചിരുന്നില്ല. അതൊക്കെ ആഗ്രഹിച്ചാൽ നമ്മുടെ അഹങ്കാരമായി പോകുമെന്ന് പറയായിരുന്നു എൻ്റെ കുട്ടി. അല്ലാതെ ഇഷ്ടമില്ലായിട്ടൊന്നും അല്ല കേട്ടോ. പിന്നെ മോനെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അക്കാര്യം അവിടെ തന്നെ ഒഴിവാക്കിയതാവളും. സാരമില്ല, നന്മയുള്ളവള എൻ്റെ സൈറ. ഇപ്പോൾ ഇവിടെയുള്ള ചെറിയ മക്കളെ നോക്കാൻ അവളും ആവുന്നത്രയും കഷ്ടപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ വൈകുന്നേരം വരെ ഓഫീസിൽ ജോലി കഴിഞ്ഞ് ഒന്നിരിക്കാൻ പോലും നേരമില്ലാതെ നിങ്ങളുടെ കൂടെ ഇങ്ങനെ ഇറങ്ങി പുറപ്പെടുമായിരുന്നില്ല. അവർക്കെല്ലാം അവൾ അവരുടെ സൈറാതീതിയാണ്. അനാഥ മക്കളെ സംരക്ഷിക്കുന്നവർക്ക് പടച്ചോൻ്റെ അനുഗ്രഹം എന്നും ഉണ്ടാവും. ഇതെല്ലാം കേട്ടുകൊണ്ട് അവനും തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ എന്തിനെന്നറിയാതെ ഒരു സങ്കടമുള്ളിൽ തികട്ടി വന്നു. പിന്നെ അവൻ നേരെ പോയത് വീട്ടിലേക്കായിരുന്നു. ഇനിയിന്ന് കല്യാണം വീട്ടിലേക്കില്ല, നാളെ രാവിലെ വരാമെന്ന് ഉമ്മയെ വിളിച്ചു പറഞ്ഞു. ചെന്നപാട് അവളൊന്ന് ഫ്രഷായി ഡയറി എടുത്തു. ഇന്ന് നടന്നില്ല, അവളുടെ ഉള്ളിലൂടെ ചെറുതണുപ്പ് പോലെ കയറിപ്പോയി. ഇഷ്ടപ്പെട്ടിരുന്ന താനും കിനാവ് കണ്ടിരുന്നു സമീർ താഹിർ എന്ന നിന്നെ. പിന്നെ അത് അർഹതപ്പെട്ടതില്ലെന്നറിഞ്ഞപ്പോൾ ഉള്ളിലെ ഇഷ്ടം അതുപോലെ തന്നെ പൂട്ടിവെച്ചു. അവളിന്ന് വണ്ടിയിൽ നിന്ന് അവൻ പറഞ്ഞ കാര്യങ്ങൾ കൂടി ഓർത്തു. പാവം, ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു ആ പെണ്ണിനെ. അവളൊരു നിശ്വാസത്തോടെ ഡയറി അടച്ച് ഉറങ്ങാൻ കിടന്നു. അതേസമയം അവൻ്റെ ഉറക്കവും നഷ്ടപ്പെട്ടിരുന്നു. മടങ്ങാൻ നേരം ടീച്ചർ പറഞ്ഞ കാര്യം കേൾക്കവേ അവനുള്ളവൊന്ന് വേദനിച്ചു പോയി. അന്ന് തനിക്കിതിന് സമ്മതമല്ലെന്നറിഞ്ഞപ്പോൾ ഒരുപാട് സങ്കടം തോന്നി കാണും. പക്ഷെ അന്ന് തന്നോട് അവൾ പറഞ്ഞ മറുപടി ഓർത്തപ്പോൾ അവനിലൊരു കുസൃതിച്ചിരി മിന്നി. അത്ര പാവുന്നില്ല ആള്, ഒരു ചെറു കാന്താരി തന്നെയാണ്. ആ ഒരു ഓർമ്മയിൽ അവൻ തലയിണ മുറുകെ പിടിച്ച് തൻ്റെ നെഞ്ചോട് ചേർത്ത് കണ്ണുകൾ അടച്ചു. അങ്ങനെ ഉമ്മാന്റെ വീട്ടിലെ കല്യാണം കഴിഞ്ഞ് സുമിയും ഉമ്മയും തിരിച്ച് വീട്ടിലേക്ക് പോരുകയാണ്. പരിപാടി കഴിഞ്ഞ് പോവാൻ നേരം വലിയമ്മച്ചി അവൻ്റെ ചെവിയിലായി പറഞ്ഞു, എടാ പോട്ട, എന്തിനാ ആ കുട്ടീനെ വേണ്ടാന്ന് പറഞ്ഞ്? നല്ലൊരു മോളായിരുന്നു അത്. അന്ന് മൈലാഞ്ചിടാൻ വന്നപ്പോൾ ഞാനും കണ്ടിരുന്നു ഇങ്ങനെ ഒരു മൊയന്ത്. വലിയ മുതലാളിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നീ കാ ചെയ്ത് എന്നെ കൂടെ കൂട്ടാൻ നോക്കടാ ചക്ക. അതിനവൻ അവരെ കണ്ണുകുറിപ്പിച്ച് നോക്കി. അതിനൊരു ജീവിതം കൊടുത്താൽ 1 കോടി പുണ്യം കിട്ടും എൻ്റെ കുട്ടിക്ക്. ഒരു കുടുംബം, അവരുടെ സ്നേഹമൊക്കെ ആ കുട്ടിയെ നോക്കിക്കാണുന്നു ഇവിടെ വന്നപ്പോൾ ഞാനും കണ്ടിരുന്നു. പാവാടാ, ആരും ഇല്ലാത്തവർക്കല്ലേ അതിൻ്റെ വിഷമമൊക്കെ അറിയൂ. അതിനവൻ അവരെ നോക്കി കണ്ണു ചിമ്മി കാണിച്ചു. ഉമ്മയും സുമയും കൂടി വീട്ടിലേക്ക് തിരിച്ചു. ദിവസങ്ങൾ വീണ്ടും കൊഴിഞ്ഞു. നേഹ ഇപ്പോഴും അവൻ്റെ കൂടെ തന്നെയാണ്. അവനിപ്പോൾ അവൾ വെറും ഒരു അസിസ്റ്റന്റ് മാത്രമാണ്. ഒരു ദിവസം ഓഫീസിൽ നിന്ന് നേരത്തെ വീട്ടിലേക്ക് ഇറങ്ങിയതാണ് സമീർ. മെയിൻ റോഡിൽ തന്നെ ഇരുവശത്തേക്ക് ഓരോ പോക്കറ്റ് റോഡുകളുണ്ട്. അതിലൊരു സൈഡിലേക്ക് വണ്ടി തിരിക്കുമ്പോഴാണ് അവൻ ആ കാഴ്ച കാണുന്നത്. മെയിൻ റോഡിൽ നിന്ന് അങ്ങോട്ട് കിടക്കാൻ നേരമാണ് അശോകേട്ടൻ്റെ കോള് വന്ന് വണ്ടി വേഗം സൈഡാക്കി ഒരു ഓരം ചേർത്ത് നിർത്തിയതാണ്. റോഡിൽ നിന്ന് ചെറിയ റോഡിലേക്ക് കടക്കാൻ ബുദ്ധിമുട്ടിക്കൊണ്ട് നിൽക്കുന്ന വികലാംഗനായ ഒരാൾ. ഒരു കയ്യിൽ ഒരു ക്രച്ചസും മറ്റേ കയ്യിൽ ഒരു കവറുമുണ്ട്. തിരക്കേറിയ റോഡിലൂടെ ഇറങ്ങുമ്പോഴേക്കും വണ്ടികൾ ചീറിപ്പാഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ അയാൾ വീണ്ടും തിരിച്ച് കയറുന്നുണ്ട്. അന്നേരമാണ് എതിർ സൈഡിൽ നിന്ന് സ്കൂട്ടി സൈഡായിക്കൊണ്ട് പർദ്ദയിട്ടൊരു പെൺകുട്ടി ഓടി വരുന്നത്. ഫോണിൽ എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമീറിന്റെ കണ്ണുകൾ അവളെ കണ്ടപ്പോൾ ഒന്ന് വിടർന്നു. അയാളുടെ കയ്യിലെ കവർ വാങ്ങി കൈകൾ പിടിച്ച് ആ വണ്ടികൾക്കിടയിലേക്ക് ഇറങ്ങി അപ്പുറത്തെത്തിക്കുകയാണ് സൈറ. അവരെ കണ്ട വണ്ടികൾ ഹോൺ അടിക്കുന്നുണ്ടെങ്കിലും അവളൊന്നും ശ്രദ്ധിക്കാതെ അയാൾ അപ്പുറം കിടത്തി. അവളുടെ തലയിൽ കൈവച്ചുകൊണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് അയാൾ. അതിനവൾ മനോഹരമായി ചിരിക്കുന്നുണ്ട്. കുറച്ചകലെ വണ്ടിയിലിരുന്ന് ആ ചിരി കാണുന്ന സമീറിന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. മാലാഖ പോലൊരുത്തി പാറി നടന്ന എല്ലാവർക്കും താങ്ങാവുന്നവൾ. അവനൊരു നിമിഷം അവളെക്കുറിച്ച് ഓർത്തുപോയി. വീണ്ടും 2-3 ദിവസങ്ങൾക്ക് ശേഷം രാവിലെ വീട്ടിൽ നിന്നിറങ്ങുമ്പോഴാണ് ഷർട്ടിന്റെ കൈ മടക്കിക്കൊണ്ട് കൂടെ വരാനൊരുങ്ങുന്ന ഉപ്പയെ കാണുന്നത്. എടാ, നീ പോകുമ്പോൾ എന്നെ ആ ടീച്ചർ അടുത്തൊന്ന് ഇട്ടേക്ക്. ടീച്ചർ എന്ന് പറഞ്ഞപ്പോൾ അവൻ ഉള്ളിൽ തെളിഞ്ഞത് അവളുടെ മുഖമാണ്. എന്തോ ഇപ്പൊ കാര്യം? അത് ആ സൈറ മോൾക്കൊരു ആലോചന വന്നിട്ടുണ്ടേ. അപ്പം അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കുന്ന ടീച്ചർ പറഞ്ഞിരുന്നു. അവനൊരു ഞെട്ടിലോടെ ഉപ്പയെ നോക്കി. അവിടെ പ്രത്യേകിച്ച് ഭാവമൊന്നുമില്ല. ഏതോ ഒരു ചിന്തയിൽ വണ്ടിയെടുത്ത് അവൻ വണ്ടിക്ക് മുന്നിലേക്ക് വരുന്ന ഒരു ബൈക്കാരൻ്റെ ഹോണാണ് അവനെ സ്വഭാവത്തിലേക്ക് എത്തിച്ച്. എന്നിട്ട് അവൾക്ക് സമ്മതാണോ? അതിന് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും ഉണ്ടാവില്ല. നിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. ഞങ്ങൾ പറയുന്നത് എന്താണോ അതാ അതിൻ്റെ ഇഷ്ടം. പിന്നെ അവന് കൂടുതലൊന്നും ചോദിക്കാനായില്ല. ഉപ്പയെ അവിടെ ഇറക്കി വിട്ട് അവൻ ഓഫീസിലേക്ക് പോയി. ഓഫീസിലെത്തിയിട്ടും ഒന്നിലും ശ്രദ്ധ കൊടുക്കാൻ പറ്റിയില്ല. പിന്നെയും സൈറയുടെ മുഖം മാത്രമായി മനസ്സിൽ. അല്ലെങ്കിൽ നേഹയെ മറക്കാൻ വേണ്ടി ഞാൻ ഓർത്തെടുക്കുന്ന കാഴ്ചകൾക്കെല്ലാം സൈറയുടെ മുഖമായിരുന്നു. ഒരിക്കൽ വേണ്ടെന്ന് പറഞ്ഞ ആ പെണ്ണിനെ ഇപ്പോൾ കുറച്ചായി താൻ അത്രമേൽ സ്നേഹിക്കപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു. ഹൃദയത്തിൻ്റെ ആ മനമാറ്റം കുറച്ചായിട്ട് താൻ അറിയുന്നുണ്ടെങ്കിലും ഇനി ആ ഇഷ്ടം പറയാനുള്ള ധൈര്യമൊക്കെ അത്രമേൽ ചോർന്ന് പോയിരിക്കുന്നു. ചിലപ്പോഴൊക്കെ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ കാണാം സുമിയും ഉമ്മയുമായിട്ട് ഫോണിൽ അവൾ സംസാരിക്കുന്നു. ഈ കാക്ക വന്നു എന്ന് സുമിയുടെ പറയുമ്പോൾ കോള് മനഃപൂർവ്വം അപ്പുറത്ത് കട്ടായി പോകുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇടക്കൊക്കെ ഉമ്മച്ചിയുടെയും സുമിയുടെയും കയ്യിൽ നല്ല ഭംഗിയിൽ മൈലാഞ്ചി വരച്ചിരിക്കുന്നത് കാണാം. ടീച്ചറുടെ അടുത്ത് പോകുമ്പോൾ ഇപ്പോൾ ഇത് രണ്ടാളുടെയും ശീലമാണ്.
അങ്ങനെയൊക്കെ എല്ലാവർക്കും അത്രമേൽ പ്രിയപ്പെട്ടവളെയാണ് താനെന്നൊരിക്കൽ തുറന്നു പറയാത്തൊരു ഇഷ്ടത്തിന് വേണ്ടി വേണ്ടെന്ന് വെച്ചത്. ഇനി അവൾ തിരികെ സ്വീകരിക്കുമോ? അവൻ കാര്യമായ ചിന്തയിലാണ്ടു. എന്തു വന്നാലും തൻ്റെ മനസ്സിലുള്ള അവൾ അറിയിക്കണം. ഇനി അവൾ വേണ്ടെന്ന് പറഞ്ഞാലും ഉള്ളിനുള്ളിൽ ആ ഒരു സംഘർഷത്തിന് കുറച്ചെങ്കിലും ശമനം ഉണ്ടാവും. എന്തൊക്കെയോ ചിന്തയിൽ ചൂണ്ടുവിരൽ കൊണ്ട് നെറ്റിയൊന്ന് ഒഴിഞ്ഞു വിട്ടു. അന്നേരമാണ് നേഹ വന്നവനെ വിളിക്കുന്നത്. സർ, എനിക്ക് ലീവ് വേണം, ഒരു 7 days. എൻ്റെ നിൽക്കാൻ നെക്സ്റ്റ് സൺഡേ. പിന്നെ അതിന് സാറിനെയും ഫാമിലിയെ ക്ഷണിക്കാനും കൂടിയാണ് ഞാനിപ്പോൾ വന്നത്. സാറ് ഫാമിലി കൂട്ടി വരണം. ലീവിൻ്റെ കാര്യം ഞാൻ അശോകനോട് പറഞ്ഞോളൂ. ഞാനിപ്പോൾ വേറെ മൈൻഡിലാണ്. പിന്നെ അതുവരെയുള്ള വർക്കിൻ്റെ കാര്യങ്ങൾ അദ്ദേഹത്തിന് ഷെഡ്യൂൾ ചെയ്ത് കൊടുത്തോളൂ. ഓക്കെ, താങ്ക് യു സർ. അതും പറഞ്ഞ് അവൾ പോയപ്പോഴും അവൻ്റെ ചിന്ത മുഴുവൻ സൈറയിൽ മാത്രമായിരുന്നു. എത്രയും പെട്ടെന്ന് അവളോട് കാര്യങ്ങൾ പറയാൻ അവനുള്ളവും ധൃതി പൂണ്ടു. തിരിച്ച് വീട്ടിലെത്തി ഫ്രഷായ പാടെ താഴേക്ക് ഇറങ്ങി. ഉമ്മച്ചി ഉണ്ടാക്കി വെച്ച കോഫി കപ്പ് എടുത്തുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി. ഉമ്മച്ചിയും സുമയും താഴെ ഗാർഡനിൽ പണിയെടുക്കുന്നിടത്തേക്ക് നടന്നു. ഇതെന്താണ് ഇപ്പം ഈ വഴിയൊക്കെ? സുമി കാണാത്ത കാഴ്ച കണ്ട പോലെ ചോദിച്ചു. ഉമ്മ ചെടികൾക്കരികിൽ നിന്ന് പുല്ലുവരിക്കുകയാണ്. എന്താടി നിനക്ക്? അവൻ അവളെ നോക്കി കണ്ണുകുറിപ്പിച്ചു. ഉമ്മ ഉപ്പ എന്തെങ്കിലും പറഞ്ഞോ? എന്ത്? ഉമ്മ അന്തം വിട്ടു. അതല്ല, സൈറയ്ക്ക് എന്തോ പ്രപ്പോസൽ വന്നെന്ന് പറഞ്ഞു പോയതായിരുന്നല്ലോ. അവൻ കോഫി കുടിക്കുന്നതിൽ ഉമ്മയെ നോക്കി. താഴെ മണ്ണിൽ ചിക്കിക്കൊണ്ടിരുന്ന സുമിക്ക് അപ്പോഴാണ് കാര്യം കത്തിയത്. പൊട്ടി വന്ന ചിരി അവളെ അമർത്തി പിടിച്ചു. നീ അല്ല അവളെ വേണ്ടാന്ന് പറഞ്ഞ്? വേറെ ആൺകുട്ടികളുണ്ടാവില്ലേ ഈ ദുനിയാവില്? ഉമ്മയും ചെറിയൊരു കെറുവോടെ പറഞ്ഞു. നല്ല കുട്ടിയാ അത്, എവിടെയെങ്കിലും പോയി രക്ഷപ്പെടട്ടെ. ഉമ്മ അവൻ ഒളികണ്ണാലയം നോക്കി. അന്നേരത്തെ അവൻ്റെ മുഖഭാഗം കണ്ട് സുമിക്ക് ചിരി വന്നു. എന്താടി? ഒന്നുമില്ല. എന്താ ഇപ്പം ഇങ്ങനെ മാനസാന്തരം മിസ്റ്റർ സമീർ താഹിറിന്? അത് ഞാൻ അവളോട് പറഞ്ഞോളാം. എന്താ പറയാൻ പോകുന്നത്? സുമിക്ക് ചിരി വന്നെങ്കിലും അമർത്തി പിടിച്ചുകൊണ്ട് ചോദിച്ചു. മോളെ സൈറ, ഇപ്പോൾ വന്ന ആലോചനയ്ക്ക് നോ പറഞ്ഞേക്ക്. എന്നിട്ട് ഈ ഭദ്രകാളിയുടെ നാത്തൂനാവ ഒരുങ്ങിക്ക് വന്ന് എന്തേ? അതും പറഞ്ഞ് സുമിയുടെ കൈവലിച്ച് കോഫി കപ്പ് കൈവളിൽ വെച്ച് കൊടുത്തുകൊണ്ട് തിരിഞ്ഞടന്ന സമീർ. എന്നാൽ ഇത് കേട്ട ഉമ്മയുടെ മുഖത്ത് സന്തോഷത്തിന്റെ ഒരു ചിരിമിന്നി. തിരിച്ചു മുറ്റത്തൂടെ അകത്തേക്ക് കയറാൻ പോയ അവനെ പുറകിൽ നിന്ന് വിളിച്ചുകൊണ്ട് ഉമ്മ അടുത്തേക്ക് ചെന്നു. മോനെ, എന്താണ് നീ പറഞ്ഞ്? അതെ ഉമ്മ, ഞാൻ ഒരുപാട് ആലോചിച്ചു. അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ അവള് ഇനി സ്വീകരിക്കുമെന്നറിയില്ല. എന്നാലും പറയണേ എനിക്ക് അവളോട്. പിന്നെ അന്ന് ഞാൻ പറയാനൊരു കാരണം ഉണ്ടായിരുന്നു. അത് വ്യക്തമായിട്ട് അവൾക്കും അറിയാം. ഇന്ന് ആ കാരണം എനിക്കില്ല. അവനൊന്ന് പറഞ്ഞു നിർത്തി. അതൊക്കെ ഞങ്ങൾക്കും അറിയാം. പോട്ടേടാ, നമ്മൾ ഇഷ്ടപ്പെട്ടതിന് എപ്പോഴും നമുക്ക് കിട്ടിയെന്ന് വരില്ല. പക്ഷെ അതിന് പകരമായിട്ട് നമ്മളിലേക്ക് വരുന്നവരായിരിക്കും ചിലപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വേണ്ടപ്പെട്ടവരായി മാറുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ കണ്ടെത്തിയതിനേക്കാൾ മികച്ചത് പടച്ചോന്ന് നമുക്ക് തരുമെന്ന്. ഇനി വൈകേണ്ട, നീ അവളെ കാണണം. ഇനിയെല്ലാം നീ തന്നെ ചെയ്തേക്ക്. ഞങ്ങൾ ആരും ഒരു വക്കാലത്തുമായിട്ട് വരുന്നില്ല. വേണ്ടമ്മ, ഇനി ഒരാളുടെ വക്കാലത്തോ അഭിപ്രായം അവളുടെ മേൽ അടിച്ചേൽപ്പിക്കണ്ട. ഞാൻ കണ്ടോളാം, സംസാരിച്ചോളാം അവളോട്. ഇനി അവൾ തീരുമാനിക്കട്ടെ. അവൻ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. രാത്രി മാനത്തേക്ക് നോക്കി നിൽക്കുന്ന അവൻ്റെ അടുത്തേക്ക് വന്നാണ് സുമി. എന്താണ് മൊത്തത്തിലൊരാലോചന? ഏയ്, അങ്ങനെയല്ലല്ലോ, എന്തൊക്കെയോ ഉണ്ട്. എനിക്ക് സൈറയോടൊന്ന് സംസാരിക്കണം. എന്താണ് ബ്രോ? സ്നേഹിച്ച പെണ്ണ് പോയപ്പോൾ കിട്ടിയ പെണ്ണിനെ സ്നേഹിക്കാന്നാണോ? അതല്ല, നിങ്ങളെല്ലാവരും അത്രമേൽ സ്നേഹിക്കുന്ന അവളെ ഞാൻ നഷ്ടപ്പെടുത്തിയെന്ന് എനിക്ക് മനസ്സിലായത് എൻ്റെ പ്രണയനഷ്ടത്തോടെയാണ്. എന്തോ അതങ്ങനെ കൂടി അവളെ കൂടെ കൂട്ടാൻ തോന്നുന്നൊരാഗ്രഹമായിട്ട് വളർന്നു. എന്നാൽ ശരി, ഞാൻ അവളെ നമ്പർ സെൻഡ് ചെയ്തിട്ടുണ്ട്. വിളിച്ച് നിങ്ങളുടെ മനസ്സിലുള്ളതൊക്കെ അവളെ അറിയിക്കുക. ഇനിയും വൈകരുത്. അവനൊരു ചിരിയാറെ സുമിയെ നോക്കി. ടെൻഷൻ ആവണ്ടോ, എല്ലാം ശരിയാവും. എൻ്റെ ഈ കാക്കയുടെ പാതിയായിട്ട് ഞാൻ അവളെ ഒരുപാട് ആഗ്രഹിച്ച, അതുകൊണ്ട് എൻ്റെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. പിന്നെ ഒരിക്കലും നിങ്ങളാൽ മുറിവേറ്റുള്ളതാണ് സൈറ. കുറച്ച് ബലം പിടുത്തൊക്കെ പ്രതീക്ഷിക്കാം. അത് ഞാൻ അറിയിക്കുന്നതന്നെയല്ലേ. വേറൊരാൾ സ്നേഹിച്ചിരുന്നെന്നായിരുന്നു അവൾ ഒഴിവാക്കാൻ കാരണം. അവൻ ആകാശത്തേക്ക് നോക്കിയോണ്ട് പതിയെ പറഞ്ഞു. ഒരു പെണ്ണിൻ്റെ മനസ്സ് മുറിവേൽക്കാൻ അതിനോളം വേറൊരു കാരണമില്ല. പിന്നെ അനന്തമായ പ്രണയം തന്നെയാണ് അതിൽ പുരട്ടി ഉണക്കിയെടുക്കാനുള്ള ഏക മരുന്ന്. എല്ലാം ശരിയാവും. അറിയില്ല, എന്നെ സ്വീകരിക്കാൻ അവൾ തയ്യാറായാൽ മാത്രം മതി. പിന്നെ ഒരിക്കലും അകലാനാവാത്ത വിധം സ്നേഹിച്ചോളാം ഞാൻ. അവനൊരു ദീർഘനിശ്വാസത്തോടെ സുമിയെ നോക്കി. ഒരിക്കലും ഒരു പെണ്ണിനെ പ്രണയിച്ചിരുന്ന സമീറിൻ്റെ പ്രണയാഭ്യർത്ഥന സ്വീകരിക്കാൻ സൈറ തയ്യാറാവുമോ? കാത്തിരിക്കാം. ഈ കഥയുടെ അവസാന ഭാഗം നാളെ ഇതേ സമയം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. താങ്ക് യു.